സ്പൈസി ഇഷ്ടപ്പെടുന്നവരും കഴിക്കണമെന്ന് തോന്നുമ്പോൾ കടയിലേക്ക് ഓടിപ്പോകാതെ ഇനി മിക്സർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കേ. അതിനുവേണ്ടി ഒരു ബൗളിൽ 2 കപ്പ് കടലമാവും, 1 കപ്പ് അരിപ്പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, 1/2 ടീസ്പൂൺ കായപ്പൊടിയും, 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇളക്കിയ ശേഷം കൈകൊണ്ട് മാവ് നന്നായി മിക്സാക്കി കയ്യിൽ മാവ് ഒട്ടാതിരിക്കാൻ അല്പം എണ്ണ കൂടി തൂത്ത് ഈ രീതിയിൽ മാവൊന്ന് കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം കുറച്ച് മാവിലേക്ക് വെള്ളം ഒഴിച്ച് മാവൊന്ന് ലൂസാക്കി എടുക്കണം. നമുക്ക് പൂന്തി തയ്യാറാക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് ചൂടായി കഴിഞ്ഞാൽ തോലോടുകൂടി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് വറുത്തെടുക്കാം. പിന്നെ 1 കപ്പ് പൊട്ടുകടല വറുത്ത് കോരാം, 1 കപ്പ് നിലക്കടല വറുത്തെടുക്കാം, കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും വറുത്തെടുക്കാം. അതിനുശേഷം സേവനാഴിയിൽ അല്പം എണ്ണ തൂത്ത് മാവ് നിറച്ച എണ്ണയിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഒരു സൈഡൊന്ന് മൂത്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ള മാവും ഇതുപോലെ പിഴിഞ്ഞ് വറുത്തെടുക്കാം. ശേഷം കിഴിച്ച തവിയിൽ മാവ് എടുത്ത് എണ്ണയിലേക്ക് ഒഴിച്ച് പൂന്തി ഒന്ന് വറുത്ത് കോരാം. പിന്നെ കുറച്ച് ഉണങ്ങിയ കപ്പ കൂടി വറുത്തെടുക്കുന്നുണ്ട്. 1 ഏത്തയ്ക്ക ചെറുതായി അരിഞ്ഞതും വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ മിക്സറിന് വേണ്ടുന്ന എല്ലാ ഐറ്റവും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് വറുത്തെടുത്ത സേവ് മൊത്തം എടുത്ത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് വറുത്തെടുത്തിരിക്കുന്ന മറ്റ് ഐറ്റങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ 4 മണി ചായക്കുള്ള കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? വളരെ സിമ്പിളല്ലേ? എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കിക്കേ. സൂപ്പർ ടേസ്റ്റിലുള്ള മിക്സറാണെന്നേ.